1960-കളിൽ KM മൗലവി പരിശോധിച്ച് അലവി മൗലവിയും അമാനി മൗലവിയും ചേർന്ന് എഴുതിയ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പരിഭാഷ 60-കളിൽ എഴുതിയിട്ടുണ്ട് ആ കാര്യം. എന്നിട്ട് പറയാണ് 2006-ലാണ് സമ്മതിച്ചത്. ഈ തരത്തിലുള്ള പച്ചക്കള്ളങ്ങള് നാദാപുരത്ത് വന്ന് തട്ടിവിട്ടത് കൊണ്ടാണ് നാദാപുരം കാസറ്റ് കെട്ടിട്ട് ഒരുപാട് ആളുകൾക്ക് മാറ്റം ഉണ്ടായിട്ടുണ്ട്. പേരോട് ഏതാണെന്നും പേരോടിന്റെ പ്രസ്ഥാനത്തിന്റെ ആദർശത്തിന്റെ അടിത്തറ എന്താണെന്നും മുസ്ലിം കൈരളിക്കറിയാൻ നാദാപുരം ഖണ്ഡന പ്രസംഗം വഴിയൊരുക്കിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് 19-20 തീയതികളിൽ നിങ്ങൾ എല്ലാവരും അതിന് വരണം. നാദാപുരത്തേക്ക് നിങ്ങളെ അവിടുത്തെ ഒരു ഖതീബ് എന്ന നിലക്ക്, ആ പള്ളിയിലെ ഖതീബ് എന്ന നിലക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. പിന്നെ കോഴിക്കോട് കാരാപ്പറമ്പില് സകാത്ത് കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ 900 ചില്ലാനം ഉറുപ്പിക പലിശ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് എന്നാണ്. വാസ്തവത്തിൽ എന്താ സംഭവിച്ചത്? സകാത്ത് കമ്മിറ്റി പണം പിരിച്ചിട്ട് ബാങ്കിലിട്ടിട്ട് അതിന്റെ പലിശ തിന്നാന്നാണ് മുസ്ലിയാക്കന്മാർ വിശദീകരിച്ചാൽ കേട്ടാ തോന്നുക. ഇതൊരു പൊതു ഫണ്ട് എന്ന നിലയ്ക്ക് പിരിച്ചെടുക്കും, കുറെ സംഖ്യകൾ വിതരണം ചെയ്യും. കുറച്ച് സംഖ്യ പെട്ടെന്ന് വല്ല അത്യാഹിതവും ഉണ്ടായാൽ അതിനുപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഒരാൾ പെട്ടെന്ന് തെങ്ങുമെന്ന് വീണു, ഒരാൾ പുര കത്തി, അപ്പൊ ടവല് വിരിക്കണ്ടല്ലോ, അപ്പൊ റിസർവ് ഫണ്ട് എന്നൊക്കെ കുറച്ച് പൈസ, ആ പൈസ എന്ത് ചെയ്യും? വ്യക്തികൾ കൈവശം വെക്കണേ ശരിയല്ലല്ലോ എന്ന നിലയ്ക്ക് ഒരു പൊതു ഫണ്ടാക്കിയിട്ട് ഒരു ജോയിന്റ് അക്കൗണ്ടിൽ ബാങ്കിലിടും. എല്ലാവരും ചെയ്യണം. യത്തീംഖാന്റെ പൈസയും പള്ളിന്റെ പൈസയും ഒക്കെ ഒന്ന് ബാങ്കിലാണല്ലോ. വ്യക്തികൾ കൈകാര്യം ചെയ്തിട്ട് അവർ സ്വന്തം ബിസിനസ് എടുക്കുന്നത് നല്ലത് അതാണ് എന്ന നിലയ്ക്ക് തമ്മിൽ ഭേദം എന്ന നിലയ്ക്ക് ബാങ്കിലിടുകയാണ്. അങ്ങനെ ബാങ്കിലിട്ട പൈസക്ക് സ്വാഭാവികമായും അവർ ഇൻട്രസ്റ്റ് എഴുതും. ആ ഇൻട്രസ്റ്റ് അവർ എന്തിനുപയോഗിച്ചു എന്ന് അതിൽ പറഞ്ഞിട്ടില്ല. ഇപ്പൊ പലിശ കൊണ്ട് പലിശയെ എതിർക്കാൻ, പലിശ കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് പലിശ കൊടുത്തിട്ട് ഒഴിവാക്കുക, റോഡ് ഉണ്ടാക്കാൻ, കക്കൂസ് ഉണ്ടാക്കാൻ, ഈ പൊതു കക്കൂസ്, പൊതു റോഡ്, ഇതിനൊക്കെ ഉപയോഗിക്കാനൊക്കെ പല ഫത്വകളും പണ്ഡിതന്മാർ നിലവിലുണ്ട്. അതൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. ഇങ്ങനൊരു പൈസ കണക്കിൽ വന്നപ്പോൾ അത് അവരവിടെ കാണിച്ചു എന്ന് മാത്രം. എന്നിട്ട് മുസ്ലിമീങ്ങളെ പണം പിരിച്ചിട്ട് ബാങ്കിലിട്ടിട്ട് പലിശ വാങ്ങി തിന്നാണ് എന്ന രീതിയിൽ കള്ളപ്രചരണം നടത്തി. ഞാൻ ഇരുമ്പുഴിയിൽ വെച്ച് വ്യക്തമായി അതിന് മറുപടി കൊടുത്തു. പക്ഷേ പേരോട് വർഷങ്ങളോളം അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല. പിന്നെ കുറെ കഴിഞ്ഞിട്ട് വേറൊരു ബാലനി എന്നു. പക്ഷെ ഇരുമ്പുഴിയിൽ ഞാൻ പറഞ്ഞതിനെ പറ്റിയൊരു മറുപടിയില്ല. മുജാഹിദുകൾ ശിർക്കിലേക്കോ എന്ന പേരിൽ 3 ദിവസം നീണ്ടു നിൽക്കുന്ന ആ പരിപാടിയുടെ കാസറ്റ് നിങ്ങൾക്ക് വാങ്ങിയാൽ അതിന്റെ വിശദാംശം കാണാൻ സാധിക്കും. സമയം വൈകിയത് കൊണ്ട് ഞാൻ അതിന് മുതിരുന്നില്ല. പക്ഷേ ഇത് പറയുന്ന ഇവർക്ക് ഇതിനെന്താണ് അർഹത? കമാലിയ മെഡിക്കൽ കോളേജിന് വേണ്ടി മർക്കസിലെ സ്ഥാപനങ്ങള് കോടിക്കണക്കിന് രൂപക്ക് പണയപ്പെടുത്തി, എത്രയോ ലക്ഷങ്ങൾ പലിശ കൊടുത്തു, സമുദായത്തിന്റെ പണം. എന്നിട്ട് ഈ സുന്നികൾ അതിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോ, അതൊരു വിവാദമായപ്പോ പച്ച നുണ പറഞ്ഞു, മർക്കസ് പണയപ്പെടുത്തിയിട്ടില്ല. അസൻ സഖാഫി പൂക്കോട്ടൂര് അതിനെ സംബന്ധിച്ച് പറയുന്നൊരു ഭാഗം നിങ്ങളൊന്ന് കേട്ടോ. ഇത് കേരള ശബ്ദത്തിന്റെ മറ്റൊരു പതിപ്പാണ്. ഈ കേരള ശബ്ദത്തില് ഈ കോലത്തിൽ നെളിഞ്ഞിരുന്ന് കളവ് പറയാൻ നിങ്ങൾക്ക് കഴിയോ മക്കളെ? നോക്കോ, എന്താ പറയുന്നത്? മർക്കസ് പണയപ്പെടുത്തിയിട്ടില്ല, മർക്കസ് പണയപ്പെടുത്തിയിട്ടില്ല എന്ന് ഇയാള് പറയുന്നു. എന്നിട്ട് ഇയാള് പറയുമ്പോ കുട്ടികളെ ഒന്ന് വഞ്ചിക്കാൻ വേണ്ടി ഇയാള് പറഞ്ഞ വാക്കുകള്, ആ റൈറ്റപ്പ് മാത്രം ഞാൻ വായിക്കാം. എന്താ പറയുന്നത്? പലിശ നിഷിദ്ധമാണെന്ന് പറയുന്ന ആളും പഠിപ്പിക്കുന്ന ആളും തന്നെയാണ് ഞാൻ. അതിന് ഒരു മാറ്റവുമില്ല. പലിശയ്ക്ക് വേണ്ടി ഞങ്ങളാരും വാങ്ങിയിട്ടുമില്ല, കൊടുത്തിട്ടുമില്ല. ഗ്യാരണ്ടി പേപ്പറിന് എവിടെയാണ് പലിശ? ഇയാൾ അതിവിദഗ്ധമായിട്ട് ഒപ്പിച്ചെടുത്തൊരു ശൈലിയാണ്. ഗ്യാരണ്ടി പേപ്പർ മാത്രമാണ് ബാങ്കിൽ നിന്ന് വാങ്ങിയത്, ഗ്യാരണ്ടി പേപ്പറിന് എവിടെയാണ് പലിശ? അപ്പൊ ലോൺ എടുത്തിട്ടില്ല, കാശ് വാങ്ങിയിട്ടില്ല, ഒരു ഗ്യാരണ്ടി പേപ്പർ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയാ. എന്നാ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിച്ചോ, ഇത് മർക്കസു സഖാഫത്തി സുന്നിയയുടെ ലെറ്റർ പേഡ്. ഈ ലെറ്റർ പേഡിൽ എന്താ കാണുന്നത്? ഞാൻ വായിക്കാം. മർക്കസു സഖാഫത്തി സുന്നിയ, PO കാരന്തൂർ 673571 കാലിക്കറ്റ്, കേരള, ഇന്ത്യ. ഈ ലെറ്റർ പേഡിൽ ദ ചീഫ് മാനേജർ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ലിമിറ്റഡ്, കോഴിക്കോട് സാർ, പാലക്കാട് ജില്ലയിൽ രജിസ്റ്റർ ചെയ്തതും തൃശൂർ ജില്ലയിൽ മാളയിൽ പ്രവർത്തിച്ചു വരുന്നതുമായ ഇമാം റാസി മുസ്ലിം എഡ്യൂക്കേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ്. ലോൺ എടുക്കാൻ പോണ ആരെ പേരിലാണ് നോക്കണം? ലോകത്തിക്കണ്ട മുഫസ്സിരീങ്ങളൊക്കെ ഉണ്ടായ തഫ്സീറുൽ കബീർ, ഏറ്റവും വലിയ തഫ്സീർ ഇമാം റാസിന്റെ പേരിലാണ് ഇവർ പണയം ലോൺ എടുക്കാൻ പോകുന്നത്. ട്രസ്റ്റിന് കീഴിലുള്ള മെഡിക്കൽ കോളേജിന് മർക്കസിന്റെ ഷെയറിലേക്ക് 5 കോടി രൂപ സൗത്ത് ഇന്ത്യൻ ബാങ്ക് കോഴിക്കോട് ശാഖയിൽ നിന്ന് ലോൺ എടുക്കാൻ തീരുമാനിക്കുകയും അതിന് വേണ്ട ചെയ്യാൻ മർക്കസ് ജനറൽ സെക്രട്ടറി AP അബൂബക്കർ മുസ്ലിയാരെ അധികാരപ്പെടുത്തുകയും ചെയ്തു.
യോഗാധ്യക്ഷൻ സയ്യിദ് അലി ബാഫക്ക് തങ്ങൾ ഒപ്പിട്ട് ഇതിന്റെ ഒറിജിനൽ കോപ്പി സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ പോയാൽ കാണാം. ഇത് നിങ്ങൾ എഴുതി കൊടുത്തിട്ടില്ലേ? അപ്പൊ ഗ്യാരണ്ടി പേപ്പറെല്ലാം നിങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ലേ? പിന്നെ ഇയാളെപ്പോഴുള്ള സംശയമുണ്ട്, ഗ്യാരണ്ടി പേപ്പറിന് എവിടെ പലിശ? ആ പലിശ ഞാൻ കാണിച്ചു തരാം. ഇത് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ റെസീപ്റ്റാ. ഇത് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ റെസീപ്റ്റാണിത്. ആ റെസീപ്റ്റിൽ എഴുതിയത് എന്താ? ഞാൻ വായിച്ചു തരാം. 18/1/2002 മുതൽ 10/12/2002 വരെ ഇവർ ഈ ആധാരം പണയപ്പെടുത്തിയിട്ട് ഇവർ വാങ്ങിയ 5 കോടി രൂപയുണ്ടല്ലോ, ഈ ലോൺ നിങ്ങൾ കൈവശം വെച്ചാൽ ഈ ഒരു വർഷം തികയുന്നതിന് മുമ്പ് നിങ്ങൾ ഇൻട്രസ്റ്റ് ആയിട്ട് പലിശയായിട്ട് അടയ്ക്കേണ്ട തുക അന്നത്തെ റെസീറ്റിൽ സൗത്ത് ഇന്ത്യൻ ബാങ്ക് നേരിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. എത്രയാണത്? 42,93,876 രൂപ എഴുതി കൊടുത്തിട്ടില്ലേ? നിഷേധിക്കാൻ കഴിയും. അപ്പൊ ഈ ഒരു യാഥാർത്ഥ്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും ഇയാൾ പറയുന്നത് മർക്കസ് പണയപ്പെടുത്തിയിട്ടില്ല. ഞാൻ വെറുതെ ഇയാള് കളവ് പറയുന്ന ആളാന്ന് പറഞ്ഞത്. പച്ചക്കള്ളം തന്നെയാണ് ഇയാൾ പറയാറുള്ളത്. അപ്പൊ പിടിച്ചു നിൽക്കാൻ വേണ്ടി, ഭൗതികമായ ഇവരുടെ രക്ഷയ്ക്ക് വേണ്ടി കളവ് പറയുക എന്നുള്ളത് ഇത് അല്ലാഹുവിന്റെ ദീനാണ്. ഇത് അല്ലാഹുവിന്റെ ദീനാണ്. എങ്ങനെയുണ്ട്? 960 രൂപ കേന്നം കാരാപ്പറമ്പ് സക്കാത്ത് കമ്മിറ്റിയുടേത് റിപ്പോർട്ട് ബുക്കിൽ അച്ചടിച്ചതിന് കേരളം മുഴുവൻ സക്കാത്തും വാങ്ങിയിട്ട് പലിശ കൊടുക്കണോന്ന് പുരപ്പുറത്ത് കയറി കൂവിയാള് 42,90,000 ചില്ലാനം രൂപ പലിശ കൊടുത്തു. നോക്കണം നിങ്ങള്. എന്നിട്ട് നാണമില്ലാതെ പറഞ്ഞു നടക്കാം. മുട്ടയില്ലാത്ത ചെറിയലില്ലാത്തവനെ കുറ്റം പറയാന്ന് കേട്ടിട്ടില്ല നിങ്ങള്? അതിനേക്കാളും മോശമാണ്. മുട്ടയല്ല കയ്യന്നല്ലാത്തവൻ ചെറിയലില്ലാത്തവൻ കുറ്റം പറഞ്ഞ രൂപത്തിലത്. ഈ രൂപത്തിൽ ഞങ്ങൾ പലിശ കൊടുത്തിട്ടില്ല. സക്കാത്ത് കമ്മിറ്റിയുടെ പൈസ ഒരാൾ സ്വന്തം കയ്യിൽ വെക്കാൻ പാടില്ലല്ലോ. അടുത്ത സക്കാത്ത് കമ്മിറ്റിയുടെ പിരിവ് വരുന്നത് വരെയൊക്കെ റിസർവ് ഫണ്ട് വെച്ചത് അത് വ്യക്തികൾ കൈകാര്യം ചെയ്ത ആക്ഷേപം ഉണ്ടാകുമല്ലോ. ഓപ്പ സക്കാത്ത് കമ്മിറ്റി പൈസയും കൊണ്ടാ നടത്തം എന്ന് പറയാതിരിക്കാൻ വേണ്ടി ഇന്നത്തെ കാലത്ത് സുരക്ഷിതമല്ല എന്ന നിലക്ക് ബാങ്കിൽ ഇടുകയാണ്. അതാണ്. അപ്പൊ ചോദിക്കുന്ന പലിശ ഇല്ലാത്ത അക്കൗണ്ട് തുടങ്ങിക്കൂടെ? പലിശ ഇല്ലാത്ത അക്കൗണ്ട് തുടങ്ങിയ സർവീസ് ചാർജ് കൊടുക്കേണ്ടി വരും. അത് സക്കാത്ത് നിന്ന് കൊടുക്കാൻ പറ്റുമോ? പറ്റൂലല്ലോ, സർവീസ് ചാർജ്. അതുകൊണ്ടായിരിക്കും അവരങ്ങനെ ചെയ്യുന്നത്. ഏതായിരുന്നാലും സൂക്ഷ്മതയ്ക്ക് വേണ്ടി അതിലൊക്കെ ആ പലിശയുടെ പൈസ ആർക്കും കൊടുക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്യാറില്ല. അങ്ങനെ ഒരു കീഴ്വഴക്കവും ഇല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ സുഹൃത്തുക്കളെ, ഇവരിപ്പോ മുജാഹിദുകളെ എതിർക്കുമ്പോ എന്തൊരു ഐക്യമറിയോ? നമ്മൾ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ ഒന്നാണ്. പക്ഷേ ജൂതന്മാരെ പറ്റി അല്ലാഹ് പറഞ്ഞതുപോലെ തഹ്സബുഹും ജമീആ വഖുലൂബുഹും ശത്താ, നീ വിചാരിക്കും അവരൊന്നാണെന്ന്, പക്ഷെ അവരുടെ ഹൃദയങ്ങൾ ഛിന്ന ഭിന്നമാണ്. മുജാഹിദുകൾ എതിർക്കാന്ന പോയിന്റിൽ മാത്രം യോജിച്ചിട്ട് കാര്യമുണ്ടോ? ഇപ്പോ ഈ അടുത്ത കാലത്ത് എന്തെല്ലാം സുന്നി ഐക്യ ചർച്ചകൾ നടന്നു. ഐക്യ ചർച്ചകൾ നടന്നിട്ട് അവസാനം എന്താ ഉണ്ടായത്? കാസിമി എന്നൊരു മനുഷ്യൻ കുറച്ച് പ്രസംഗിച്ച് കുറച്ച് ആള് കൂടുന്നു എന്ന് കണ്ടപ്പോ മറ്റൊരുക്ക് ബഗിളിയെടുത്തു. ബഗിളിയെടുത്തിട്ട് കാന്തപുരത്തിന്റെ കൊതുപ്പും കാസിമിയുടെ കഥപ്പും എന്ന കാസറ്റ് ഇറക്കി. അല്ലേ? കാസിമിയെ സംബന്ധിച്ച് അയാൾ തബ്ലീഗിന്റെ ഏജന്റാണ്, ചാരനാണെന്ന് പറഞ്ഞു വരുത്തി. അവസാനം അദ്ദേഹം സമനില തെറ്റി സഹി കെട്ടിട്ട് പട്ടിക്കാട് ജാമിഅ നൂരിയയിൽ വെച്ച് ഈ പലിശ സംഭവം അടക്കമുള്ളത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വികാരഭരിതനായി പറഞ്ഞ ചില വാചകങ്ങൾ ഇവിടുത്തെ ഏപ്പിക്കാരൊന്ന് കാണട്ടെ. ഈ വിഷയങ്ങളിലെല്ലാം സത്യത്തിൽ എന്താണോ മുജാഹിദിന്റെ ഭാഷ, ഈ ഭാഷ തന്നെയാണ് തബ്ലീഗ് ജമാഅത്ത് പുലർത്തിക്കൊണ്ട് നടക്കുന്നത്. അതുകൊണ്ട് ഈ രീതിയും ഈ പ്രവർത്തനവും ഈ വിശ്വാസവും മുസ്ലിം സമുദായത്തിന് അന്യമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഞാൻ വളരെ ആത്മാർത്ഥമായി തന്നെ പറയുകയാണ്. നിങ്ങൾ ആരെങ്കിലും നാലാളെ കാണുമ്പോൾ പറഞ്ഞ സംഗതിയാണ് എന്ന് വിചാരിക്കേണ്ട. എനിക്ക് തബ്ലീഗുമായി ഒരു ബന്ധവുമില്ല. എനിക്ക് ബഹുമാനപ്പെട്ട സുന്നത്ത് ജമാഅത്തുമായി സമസ്തമായുമായിട്ട് ല്ലാതെ ഒരു ബന്ധവുമില്ല. എങ്കിൽ പിന്നെ ആരൊക്കെയോ നോട്ടിലേക്ക് മാസിക ഇറക്കി അവൻ പ്രാന്തനാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അച്ചങ്ങാടിക്ക് പ്രാന്ത, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു പ്രാന്താലയത്തിന്റെ കൂടാണത്. അല്ലെങ്കിൽ അവർക്ക് പ്രാന്തല്ലെങ്കിൽ AP വിഭാഗം എന്നത് ഒരു തരം ഉളുപ്പില്ലാത്ത കൗമാണ്. നിങ്ങൾ തക്ബീർ ചെല്ലാൻ വേണ്ടി ഞാൻ പറഞ്ഞൊന്നുമല്ല, അങ്ങനെ വിചാരിക്കണ്ട. അങ്ങനെയൊന്നുമല്ല. ഉളുപ്പുണ്ടെങ്കിൽ അവർ പലിശക്കെതിരെ ക്യാമ്പയിൻ നടത്തില്ല. ഉളുപ്പ്, മലയാളത്തിൽ ഉളുപ്പ് എന്നൊരു വാക്കുണ്ട്. ഉളുപ്പ്, ഉളുപ്പ് എന്നത്, ഉളുപ്പ് എന്നുള്ളത് അയാൾ ജനിച്ച നാട്ടിൽ എന്ന് ഞാൻ പറഞ്ഞില്ല, വാക്കാൻ പിൻവലിക്കാണ്. കാരണം
കാന്തപുരത്തേക്ക് നല്ല മനുഷ്യന്മാരാ, അവർ നല്ലോരാ, അവർ സമസ്തന്റെ ആളുകളാണ്, അവർ മുത്തക്കങ്ങൾ സാലിഹ്യങ്ങളാണ്. അല്ല നാട് ഞാൻ പറയില്ല, അയാൾക്കോ അയാൾ അനുയായികൾക്കോ ഉളുപ്പ് എന്ന 3 അക്ഷരം ഉണ്ടെങ്കിൽ പലിശക്കെതിരെ എങ്ങനെ ഒരു ക്യാമ്പയിൻ നടത്തും? ഇയാൾ പറഞ്ഞതാ 2 കോടി ഞാൻ പലിശ കൊടുത്തു, ബാക്കി പലിശ കൊടുക്കാനുള്ള പൈസ എന്റെ കയ്യിലുണ്ട്. നിങ്ങൾ മറന്നോ? അയാളും അയാളെ പേറിയവനും മാറും. അതെല്ലാവരും മനസ്സിലാക്കണം, അതെല്ലാവരും തിരിച്ചറിയാം, അത് മനസ്സിലാക്കണം. അയാൾക്ക് അയാളുടെ സമൂഹത്തിനും അള്ളാഹിന്റെ അടിസ്ഥാനം ഇല്ല. എന്താ അള്ളാഹിന്റെ അടിസ്ഥാനം? എന്തിനാ ആലിമ്യങ്ങൾ പ്രവർത്തിക്കേണ്ടത്? എന്തിനാണ് അമ്പിയാ ഈ ലോകത്ത് വന്നത്? അമ്പിയാവ് വന്നത് വെറുതെ വയറു പറയാനല്ല. എന്താ അമ്പിയാവിന്റെ ലക്ഷ്യം? ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കിഹിം. തസ്കിയത്തില്ലാത്ത എന്ത് ആക്ടിവിറ്റീസ്, എന്ത് തസ്കിയത്തില്ലാത്ത സമൂഹം തോന്നിയാസം കാണിക്കുക, എന്നിട്ട് അതിനൊക്കെ അങ്ങോട്ട് ചിന്താപാട് വിളിക്കുക, കുറെ ആളുകൾ അങ്ങോട്ട് തെക്കുപീർ ചെയ്യുക. എനിക്ക് ഓർമ്മയുണ്ട്, മുതലക്കുളത്ത് മുമ്പൊരിക്കൽ ബഹുമാനപ്പെട്ട കോട്ടുമൽ ഉസ്താദ് പ്രസംഗിച്ചപ്പോൾ AP ബക്കർ മുസ്ലിയാർ എന്നൊന്ന് പറഞ്ഞുപോയി. അപ്പോൾ നേരെ മതിന്റെ അപ്പുറത്ത് കുറെ ചെറുപ്പക്കാരിരുന്നിരുന്നു, അവര് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു. അപ്പോൾ കോട്ടുമൽ ഉസ്താദ് പ്രസംഗം നിർത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾ അല്ലാഹു അക്ബർ എന്ന് പറയുന്നത് എനിക്ക് വിരോധമല്ല, പറഞ്ഞു അല്ലാഹു അബൂബക്കർ എന്ന് പറയരുത്. അതൊരു വർത്താനാണ്, അത് ആൺകുട്ടികളെ വാക്ക. ഇന്നിപ്പോൾ അവിടെയുള്ളത്, ഇന്ന് അവരവിടെയുള്ളത് നല്ലോണം മനസ്സിലാക്കണം. ആരാണ് ഇവിടെ മുസ്ലിം സമുദായത്തെ തമ്മിൽ തല്ലിക്കണത്? മുജാഹിദുകളാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? മുസ്ലിം സമുദായത്തെ തമ്മിൽ തല്ലിക്കുന്നു, ഐക്യം തകർക്കുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങളല്ലേ ഇപ്പൊ ഇതൊക്കെ പറഞ്ഞത്? തിരൂരങ്ങാടിയിൽ ഒരു കാളിയാരി മരിച്ചപ്പോ വേറൊരു കാളിയെ നിയമിച്ചതിന്റെ പേരിൽ നിങ്ങൾ തമ്മിൽ വാദപ്രതിവാദം നടത്തി. ഞങ്ങളോട് വാദപ്രതിവാദം നടത്തുമ്പോൾ തുറന്ന സ്റ്റേജിൽ പരസ്യ സംവാദത്തിന് തയ്യാറുണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകൾ റൂമിന്റെ ഉള്ളിൽ നിങ്ങൾ 2 കൂട്ടരെന്തേ തുറന്ന സംവാദം നടത്താഞ്ഞത്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ന്യൂനപക്ഷങ്ങൾ ഭൂരിപക്ഷമാണ്, ഞങ്ങൾക്ക് തുറന്ന സംവാദം നടത്താൻ പേടി തന്നെയാണ്, യാതൊരു സംശയമല്ല. പക്ഷെ നിങ്ങൾ 2 കൂട്ടരുമാണല്ലോ, എന്തുകൊണ്ട് തിരൂരങ്ങാടിക്ക് തുറന്ന സംവാദം നടത്തിക്കൂടാ? റൂമിനകത്ത് വെച്ച് നിങ്ങളെടുത്ത് കേസറ്റ് ഞങ്ങളേക്ക് ഉണ്ടല്ലോ. അപ്പൊ സുഹൃത്തുക്കളെ, ഇവർ തമ്മിലുള്ള സംവാദവും ഒരു ഭാഗത്ത് നടക്കുക, മറുഭാഗത്ത് ഐക്യ ചർച്ചയും നടക്കുക. ഐക്യ ചർച്ചയൊക്കെ കഴിഞ്ഞിട്ടും ഇവരിപ്പോ ഡോക്യുമെന്ററി ഇറക്കി. EK അബൂബക്കർ മുസ്ലിയാർ കാഫിറാണ് എന്ന് ഫത്വ കൊടുക്കുകയും അത് എപ്പോഴും ആളുകൾക്കിടയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് ആരാ? ഇവർ തന്നെയാണ്. ഏൽപ്പിക്കാൻ പ്രചരിപ്പിക്കുന്നു, ഉള്ളാൾ തങ്ങൾ EKയെ കാഫിറാക്കി, എന്നിട്ട് അതിനെ ന്യായീകരിക്കുന്നു. EKക്കാർ അവസാനം ഡോക്യുമെന്ററി വരെ ഇറക്കി. ഇവർ തന്നെ ഇറക്കിയത് കണ്ടോ? ഉള്ളാളം തങ്ങളുടെ നടപടി ധിക്കാരം കണ്ടോ? എന്നിട്ട് വന്നിരിക്കാണ്, ശംസുൽ ഉലമയെ മതഭ്രഷ്ടനാക്കി പ്രഖ്യാപിച്ച ഉള്ളാളം കുഞ്ഞിക്കോയ തങ്ങളുടെ നിലപാട് ധിക്കാരപരവും അങ്ങേയറ്റം പ്രതിഷേധാർഹവുമാണ്. സുന്നി യുവജന സംഘം SKSF കാസർഗോഡ് ജില്ലാ പ്രവർത്തക സമിതി യോഗം പ്രസ്താവിച്ചു. ചന്ദ്രിക 2000 മെയ് 4 വ്യാഴം. കണ്ടോ? ചന്ദ്രികയിൽ വന്നതാണ്. എന്ന് മാത്രമല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഇത് വന്നപ്പോ സത്യധാരയിൽ ഇയാൾ പറഞ്ഞ വാക്കെന്താ? അവൻ പിഴച്ചുപോയി എന്നാണ് മടവൂര് പറഞ്ഞത്. ആരെ പറ്റി? EK അബൂബക്കർ മുസ്ലിയാരെ പറ്റി. ലാസ്റ്റ് പറഞ്ഞത് കഫറ, അവൻ കാഫിറായി പോയി എന്നാണ്. അറിയോങ്ങള്, ഇത് സത്യധാരയിലെ ഉള്ളാൾ തങ്ങളുടെ പ്രസംഗത്തിലെ വിവാദ വിധേയമായ വരികൾ എന്ന് പറഞ്ഞെടുത്തു കൊടുത്തതാ. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും കാഫിറാക്കാണ്. ആ രീതിയിലേക്ക് വരെത്തിയിട്ടുണ്ട്. ഞങ്ങള് ഉള്ളാൾ തങ്ങൾ കാഫിറാണെന്ന് പറഞ്ഞ ഈ ക്ലിപ്പിട്ടപ്പോ EKക്കാർക്ക് എന്നെ ഒരു സംശയം, അത്രയൊന്നും ഉണ്ടാവില്ല, ഞങ്ങൾ തമ്മിലുള്ള നിങ്ങൾ ഒന്നും ഊതിപ്പെരിപ്പിച്ചാണ് എന്നുണ്ട്. എന്നാ നിങ്ങൾ തന്നെ ഇറക്കിയ ഡോക്യുമെന്ററി കണ്ടോളി. താങ്കൾക്കും അനുയായികൾക്കും മഹാന്മാരായവരൊക്കെ വഹാബികളും മതത്തിൽ നിന്ന് പുറത്തു പോയവരുമാണ്. നിങ്ങളുടെ പ്രസിഡന്റ് കുഞ്ഞിക്കോയ തങ്ങൾ ഷേഖുന ശംസുൽ ഉലമായെ കാഫിറാക്കി. വീണ്ടും വീണ്ടും അതാവർത്തിച്ചപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി അബദ്ധവശാൽ പറഞ്ഞതല്ലെന്ന്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? നിങ്ങൾ ഹക്കിന്റെ മേൽ അടിയുറച്ചു നിന്നോളൂ. ആ പറഞ്ഞ ഉസ്താദല്ലേ, EK ഉസ്താദല്ലേ, ഞാൻ എന്ത് ചെയ്യണം? അന്താരൽ ഹക്ക്, നീ ഹക്കിന്റെ മേൽ അടിയുറച്ചു നോക്കണം. വീണ്ടും ഞാൻ പറഞ്ഞപ്പോൾ മുസ്ലിം ലോകം ഞെട്ടിത്തെറിച്ചുപോയി. ഉറപ്പില്ലാതെ വിശദീകരണം പലതും നടത്തി. കഫറയ്ക്ക് പല അർത്ഥമുണ്ട്, അതെനിക്കും അറിയാം. അതുകൊണ്ട് അതങ്ങട്ട് പരത്തിയിട്ട് ഉള്ളാളത്തെ ഞാൻ ഒഴുകിപ്പോന്ന് വിചാരിച്ചെല്ലാരും.
പ്രസിഡന്റിനൊക്കെ വല്ല കത്തും കൊത്തൊക്കെ വന്നു. പറഞ്ഞവനൊക്കെ എവിടെ പോയി? എവിടെ? അതിന് ഉപഹാരമായി താജുൽ ഉലമ പട്ടം ഉള്ളാൾ തങ്ങൾക്ക് നിങ്ങൾ നൽകി. എന്നാലും തങ്ങളെ നാട്ടിക ഉസ്താദിന്റെ വാക്കുകൾക്ക് മറുപടി നൽകാൻ ഇപ്പോഴും നിങ്ങൾക്കായിട്ടില്ലല്ലോ. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു, മൂപ്പര് ഹക്കിന്റെ മേലാണ്, അത് ഉള്ളാൾ തങ്ങൾ ഹക്കിന്റെ മേലാണ്. ശംസുൽ ഉലമയോ പിഴച്ചുപോയി വഖദ് കഫറ, പിഴച്ചുപോയി ലല്ല എന്ന് പറയുകയും അതിനോട് മഅതൂഫായി വഖദ് കഫറ എന്ന് പറയുകയും ചെയ്താൽ ലല്ലയുടെ ശേഷം പറഞ്ഞ കഫറയുടെ അർത്ഥം എന്താണ്? പൊന്നു തങ്ങളെ, എന്താണ്? മാത്രമല്ല അദ്ദേഹം ഹക്കിന്റെ മേലാണെന്ന് പറഞ്ഞു. ഹക്കിന്റെ മേലാണെന്ന് പറഞ്ഞ ശേഷം പറയുന്ന കുഫറിന്റെ അർത്ഥം എന്താണ്? പൊന്നു തങ്ങളെ, ഹക്കിന്റെ എതിരിൽ പറയുമ്പോൾ ഇതിന്റെ തിക്തഫലം എന്താണെന്ന് നിങ്ങൾ മറന്നുപോയോ തങ്ങളെ? ഞങ്ങളല്ല, നിങ്ങളുടെ തന്നെ പൊന്മളക്കാരൻ അനുയായി നിങ്ങൾക്കത് പഠിപ്പിച്ചു തരുന്നു, കേട്ടോളൂ. ഉലമായിനെ നിന്ദിക്കുക, അവരെ അനാദരിക്കുക എന്ന് പറയുന്നത് സ്വന്തം മാതാപിതാക്കളെ വെറുപ്പിക്കുന്നതിനേക്കാൾ അപകടമാകുന്നു. കാരണം എന്താണ് വ്യത്യാസം? ഇവർക്ക് തൗബക്കുള്ള തൗഫീക്ക് വരെ ഇല്ലാതെയായി പോകും. ഇവർക്ക് തൗബക്കുള്ള തൗഫീക്ക് വരെ ഇല്ലാതെയായി പോകും. മാതാപിതാക്കളെ വെറുപ്പിക്കുന്നത് വലിയ കുറ്റമാണെങ്കിലും തൗബക്കുള്ള അവസ്ഥയും ചാൻസും പാടെ ഇല്ലാതെയായി പോകുന്നില്ല. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ദുസ്സലാം റഹ്മഹുല്ലാ പറയുന്നു, എന്നാൽ അതുപോലെയല്ല ഉലമാഇനെ, വിശിഷ്യ അസാത്തിദത്ത് ഉസ്താദുമാരെ, ഉലമാഇനെ വിശിഷ്യ അസാത്തിദത്ത് ഉസ്താദുമാരെ നിന്ദിക്കലും അനാദരിക്കലും അതിന്റെ തിക്തഫലം സൂഉൽ ഖാത്തിമയല്ലാതെ മറ്റൊന്നുമല്ല. അതിന്റെ തിക്തഫലം സൂഉൽ ഖാത്തിമയല്ലാതെ മറ്റൊന്നുമല്ല. അതിന്റെ തിക്തഫലം സൂഉൽ ഖാത്തിമയല്ലാതെ മറ്റൊന്നുമല്ല. അപ്പോ ഈ കെ കാഫിർ എന്ന് വിളിച്ചതിന് ഉപഹാരമായിട്ട് താജുൽ ഉലമ പട്ടം നൽകി. അയാൾ ചോദിക്കാണ്, ഞാൻ പറഞ്ഞു എന്നിട്ട് എന്തേ? അയാൾ കത്തും കൊത്തും കുത്തൊക്കെ കൊണ്ടെന്നില്ലേ, ഞാൻ ഒലിച്ചു പോയോ? വെല്ലുവിളിക്കാണ് അയാള്. നോക്കണം നിങ്ങള്, ആരാ മുസ്ലിമീങ്ങളെ കാഫിറാക്കുന്നത്? ഞങ്ങളാ? നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടല്ലേ പറയുന്നത്? ഇതിനിടയ്ക്ക് ഇവർ പറയാറുണ്ട്, ഞങ്ങൾ മുജാഹിദീങ്ങളെ പറ്റി പറയാറുള്ളത് മുബ്തദീങ്ങൾ എന്നല്ലാതെ കാഫിർ നീ ഞങ്ങൾ പറയാറില്ല. എന്നാ കേട്ടോളിം, കൊട്ടിക്കുളം അബ്ദുൽ അസീസ് ഖാദിരി എന്ന് പറയുന്ന ആള് ഇവരെ സുന്നി വേദിയിൽ എഴുതിയെന്നൊരു വാചകം കേട്ടോളൂ. വഹാബികളും മൗദൂദികളും ഖാദിയാന്മാരും അറുത്ത സാധനങ്ങളൊന്നും നാം തിന്നാൻ പാടില്ലാത്തതാണ്, അതുപോലെ അവർക്ക് സലാം ചൊല്ലുവാനോ മടക്കുവാനോ പാടില്ല. വഹാബികളും മൗദൂദികളും അസ്ലിയായ കാഫിറുകളെക്കാൾ കടുത്ത കാഫിറുകളല്ലേ എന്ന് മുസ്ലിമീങ്ങൾ ചിന്തിച്ചു നോക്കുക. ഇതേ ലേഖനത്തിൽ തന്നെ പറയുന്നുണ്ട്, വഹാബികൾ കാഫിറാന്ന് സംശയിച്ചോന്റെ പിന്നെ നിക്കരിക്കാൻ കൂടി പാടില്ല. പാവൻ ജമാഅത്തേര് എത്ര നക്കി 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 നോക്കുന്നുണ്ട്, എന്നിട്ടും ഒരു ആനുകൂല്യമല്ല. വഹാബി മൗദൂദി ഒരേ ഇതില. ഇവര് പറയലെന്താന്നറിയോ? ജമാഅത്തേര് നക്കിക്കൊല്ലും, വഹാബികൾ ഞെക്കിക്കൊല്ലും. ഞെക്കിയോനി നക്കിയോനൊക്കെ ഒരേപോലെ തന്നെ. നിങ്ങൾ നക്കിക്കോളി, ഇങ്ങനെ തുടച്ചെടുത്തോളി. എന്തെങ്കിലും ഒരു മാറ്റം നിങ്ങൾക്ക് ഒരു ആനുകൂല്യം ഓരോ ഭാഗത്ത് കിട്ടിയോ? വഹാബി മൗദൂദി ഖാദിയാനിയും കൂടി ഉൾപ്പെടുത്തുക ചെയ്ത്. നമ്മൾ അസ്ലിയായ കാഫിറുകളെക്കാൾ വലിയ കാഫിറാണ്, ഖാദിയാന്റെ അപ്പുറത്താണെന്നാണ് നമ്മളെ കുറിച്ച് പറഞ്ഞിരിക്കണേ. ഇത് എഴുതിയാൽ അബ്ദുൽ അസീസ് ഖാദിരി കൊട്ടിക്കുളം AP സമസ്തയുടെ വലിയ ആളാണ്. മനസ്സിലായില്ലേ? ഈക്കനെ പുറത്താക്കണം എന്ന് പ്രമേയം പാസാക്കി യൂട്ടിലുള്ള ആളാണ്. അതൊക്കെ വേണ്ടി വന്നാൽ നമുക്ക് ബാക്കി വായിക്കാം. അപ്പൊ സുഹൃത്തുക്കളെ, ഈ രീതിയിൽ മുജാഹിദ് പ്രസ്ഥാനത്തെ മാത്രമല്ല സ്വന്തം അണിയിൽപ്പെട്ടവരെയും കാഫിറാക്കുന്നുണ്ട്. ഹൊസങ്കടിയിൽ വെച്ച് സംവാദം നടത്തിയപ്പോൾ ഉച്ചയ്ക്ക് ശേഷമുള്ളത് നിങ്ങൾ ഞങ്ങളെ കാഫിറാണെന്ന് പറഞ്ഞു. ഉമർ മൗലവി സൽസബിൽ അത് എഴുതി എന്നൊക്കെ ഭയങ്കര ബഹളായി. അവസാനം ഞങ്ങൾ പരസ്പരം കാഫിറാക്കിയത് അങ്ങ് എടുത്ത് ഉദ്ധരിച്ചു. കുഫിരിയത്തിൽ ഏക്ക് എന്നേ അതിൽ പറഞ്ഞിട്ടുള്ളൂ, കാഫിറായി എന്നതിന് അർത്ഥമല്ല. എയർപോർട്ടിൽ ഏക്ക് എന്ന് പറഞ്ഞാൽ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ദുബായിലേക്ക് പോകുമ്പോ എവിടേക്കാ പോകണമെന്ന് വെച്ചാൽ എയർപോർട്ടിലേക്ക് അവിടെ ദുബായിൽ എത്തിയോ എന്നൊക്കെ പറഞ്ഞ് പേരോട് ഉരുണ്ട് പറഞ്ഞു. അതിലുണ്ട്, അതിന്റെ ശേഷം നിങ്ങൾ പറഞ്ഞതുണ്ട്. ആദ്യത്തെ അതുകൊണ്ട് മൻസൂഖാകുന്നില്ല, പറഞ്ഞത് അങ്ങനെ തന്നെയുണ്ട്. ഞാനത് വായിച്ചു കഴിഞ്ഞു. ഇനി സംബന്ധിച്ച് വെറുതെ ആവർത്തിക്കേണ്ട ആവശ്യമുണ്ടോ? ഇനി
ആറന്നൂർ വൈദ്യകുട്ടി മുസ്ലിയാര് കുഫരിയത്തിലേക്ക് ഈക്ക പറഞ്ഞതായി എഴുതി. കുഫരിയത്തിലേക്ക് കുഫർ ആയിട്ടില്ല എന്നല്ലേ അർത്ഥം? ഒരാൾ എയർപോർട്ട് കണ്ട് എവിടത്തേക്കാ? ദുബായിലെത്തിയോ? ഇല്ല. കുഫരിയത്തിലേക്ക് എന്ന് പറഞ്ഞാൽ കവറായിട്ടില്ല എന്നല്ലേ അതിന്റെ അർത്ഥം? അപ്പോ നിങ്ങൾക്ക് മലയാളവും മനസ്സിലാകുന്നില്ല, അറബിയോ മനസ്സിലാകുന്നില്ല, മലയാളവും മനസ്സിലാകുന്നില്ല. കുഫരിയത്തിലേക്ക് എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ എത്തിയില്ല എന്ന് ഉറപ്പല്ലേ? അപ്പൊ ഒരാൾ ടിക്കറ്റ് എടുക്കാൻ വന്നു എവിടത്തേക്ക്? സൗദിയിലേക്ക്. അത് സൗദിയിലെത്തിയോ? ഇല്ല. കുഫരിയത്തിലേക്ക് ഈക്കെ അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. അതുകൊണ്ടാ ഈക്കെ വിവരമുള്ള പണ്ഡിതനാണ്, അദ്ദേഹം മറ്റൊരാളെ കാഫറാക്കുകയില്ല. ഉള്ളാളെ നിങ്ങൾ മറ്റൊരാളെ കാഫറാക്കുകയില്ല, അവരാരും ആക്കിയിട്ടില്ല, നിങ്ങൾക്ക് തെളിയിക്കാനും സാധ്യമല്ല. അതുകൊണ്ട് നിങ്ങൾ ഉരുണ്ട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾ ചോദിച്ചോളൂ, ഓരോന്നിനും വ്യക്തമായ ക്ലിയറായ വളരെ കറക്റ്റായ മറുപടി ഞങ്ങളുടെ കയ്യിലുണ്ട്. എയർപോർട്ടിലേക്കല്ല, നിങ്ങൾ എയർപോർട്ടിൽ തന്നെ എത്തിച്ചേരാം. ഇത് സിറാജ് പത്രം 1989 നവംബർ. എന്താ പറയണത്? ഖുർആൻ പരിഭാഷ തികച്ചും അബദ്ധജടിലവും തോന്നിമാസവുമാണെന്നും അതെഴുതിയുണ്ടാക്കിയ വകയിൽ കൂറ്റനാട് മുസ്ലിയാർ മുർത്തദ്ദും കാഫിറുമായിട്ടുണ്ടെന്നും അന്ന് സമസ്ത സെക്രട്ടറി ഫത്വ പുറപ്പെടുവിച്ചു. കൂറ്റനാട് മുർത്തദ്ദും കാഫിറുമായിട്ടുണ്ടെന്ന് അന്ന് സമസ്ത സെക്രട്ടറി ഫത്വ പുറപ്പെടുവിച്ചു. ഇപ്പൊ എവിടെയാ കേവിയുള്ളത്? എയർപോർട്ടിലാണോ അതല്ല എയർപോർട്ടിന് ഇപ്പുറത്താണോ? മറുഭാഗം വിശദീകരിക്കണം. ഏതായാലും ഒന്നും മൂപ്പര് സമ്മതിച്ചു. സൽസബീൽ വായിച്ചാൽ അത് കിട്ടൂല, സെൽസബീൽ വായിച്ചാൽ കിട്ടൂല. അപ്പൊ നമ്മളോട് ചോദിക്കാം, അങ്ങനെയാണെങ്കിൽ കാന്തപുരം മുശ്രിക്കല്ല നിങ്ങൾക്ക് ഇപ്പൊ അഭിപ്രായം ഉണ്ടോ? അത് ചോദ്യം ചോദിക്കേണ്ട സന്ദർഭത്തിൽ ചോദിച്ചോ, അപ്പൊ പറഞ്ഞുതരാം. ഏതായാലും സെൽസബീലിൽ നിന്ന് കിട്ടാത്തത് കൊണ്ട് ഞങ്ങളോട് വേറെ ചോദിക്കാനുള്ള പരിപാടി അത് ചോദ്യത്തിന്റെ സന്ദർഭത്തിൽ മതി. ഇവിടെ വിഷയം വളരെ കൃത്യമാണ്. സെൽസബീലിൽ അങ്ങനെയില്ല. അത് തന്നെയാണ് ഞങ്ങൾ അന്നും പറഞ്ഞത്. തെളിയിക്കും ഞങ്ങൾ സംവാദവേളയിൽ. നിങ്ങൾ വിചാരിച്ച് നിങ്ങൾ അന്ന് സെൽസബീലിന്റെ ഫോട്ടോ കോപ്പിയും കൊണ്ടാ വന്നത്, നിങ്ങൾ നിങ്ങളുടെ പ്രസിദ്ധീകരണത്തിൽ എഴുതി വെച്ചത്. എന്നിട്ട് കോപ്പി പോലും ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങി എഴുതി. ഞങ്ങൾക്ക് ഓർമ്മയുണ്ടത്. ആ ധൈര്യത്തിൽ തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത്. പിന്നെ അത് മാത്രല്ല സുഹൃത്തുക്കളെ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങള് കുഫറും ശിർക്കും വിശദീകരിക്കുകയല്ലാതെ ആ കുഫറും ശിർക്കും ആര് ചെയ്താലും കുഫറും ശിർക്കും തന്നെയാണ്. അത് ഞങ്ങൾ ചെയ്തല്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അതിന്റെ പേരിലാണ് ഞങ്ങൾ മുസ്ലിമീങ്ങളെ കാഫിറാക്കുന്നു, മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കുന്നു എന്നൊക്കെ പറഞ്ഞു നടന്നത്. ഈ പത്തപിരിയം സഖാഫി തന്നെ പറഞ്ഞ മുസ്ലിമും തമ്മിലുള്ള ബന്ധം മുജാഹിദിനോട് പാടില്ല, ജമാഅത്തിനോട് പാടില്ല. നേരത്തെ പറഞ്ഞല്ലോ, മൂരി കാള എത്തമായിരിയാണ്, പശു എത്തമായിരിയാണ് എന്ന് പറഞ്ഞ അച്ചങ്ങായി എന്ന് എന്ത് പറഞ്ഞു? മുസ്ലിം എന്ന ബന്ധം പാടില്ല പറഞ്ഞുതരാം. അതേതായിരുന്നാലും അതിൽ മുബത്തദീങ്ങളുമായി പെരുമാറേണ്ട ചുരുക്കസംഗതികൾ. ആരാ മുബത്തദീ? വഹാബി, മൗദൂദി, തബ്ലീഗ്, കള്ളത്തരീഖ് ഒക്കെ ഇവരോട് പെരുമാറേണ്ടത്. അവരുമായി കൂടി പെരുമാറാതിരിക്കുക, കണ്ടുമുട്ടിയാൽ സലാം പറയാതിരിക്കുക, സലാം പറഞ്ഞ മടക്കാതിരിക്കുക, അവരുമായി വിവാഹം നടത്താതിരിക്കുക, പിന്തുടർന്ന് നിസ്കരിക്കാതിരിക്കുക. അപ്പൊ മാപ്പിള ജാതികൾ തമ്മിലുള്ള ഒരു ബന്ധം പറ്റൂല. മറ്റേപ്പം പൈസ കടം വാങ്ങിയൊരു പേര് കുട്ടീനൊക്കെ ഒന്നും വാങ്ങൂല. നമ്മൾ പെരിയ തെങ്ങ് തടം തുറക്കാന് അത് നമ്മൾ കടുങ്ങനും വിളിച്ചല്ലേ. ഏകദേശം മുസ്ലിം തമ്മിലുള്ള ബന്ധം അത് ഈ വാഹ സലാം പറിച്ചില്ല, തുറന്നു കയറിച്ചില്ല, ഇതൊന്നും പറ്റൂല. ഇത് തീരുമാനിക്കുന്നത് ആരാണ്? അന്ന് അഹമ്മദ് ഖാമിസിയ ഷാലിയാത്തി, രണ്ട് കുത്തബി മുഹമ്മദ് മുസിയാർ. പ്രായമുള്ള ആൾക്കാർക്ക് എന്നെക്കാളും പരിചയമുണ്ടോ അല്ലേ? പാമ്പ് കടിച്ചിട്ട് കുത്തബിക്കൊന്നും പറ്റിയില്ല, പാമ്പ് എത്തുകയുന്ന കറാമത്ത് കാട്ടിയ മനുഷ്യനാണ്. പക്ഷെ ഗൾഫിലേക്ക് അങ്ങോട്ട് ചെന്നാ ഏത് വഹാബിനെയും പറ്റും. പൈസക്ക് വേണ്ടി ആരോടും സലാം പറയും. അതൊക്കെ ഈക്കക്കാരി എമ്പാടും തെളിവുകൾ നിരത്തിയിട്ടുണ്ട്. നഹന്റെ കല്യാണത്തിനോയതും എ വി അബ്ദുറഹ്മാനാജിന്റെ കല്യാണത്തിനോയതും മുതൽക്ക് മുജാഹിദീങ്ങളെ കെട്ടിപ്പിടിച്ചു, ഉമർ മൗലവിന്റെ വരെ കെട്ടിപ്പിടിച്ചതും പിരിവ് കിട്ടാൻ ഏത് വേഷവും കെട്ടുമെന്നത് അവരെ ചരിത്രമാണ്. അതുകൊണ്ട് അതിനെ സംബന്ധിച്ചൊന്നും ഞാനിപ്പോ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഏതായിരുന്നാലും ജിന്നുമായി ബന്ധപ്പെട്ടൊരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇപ്പോ ഈ അടുത്ത കാലത്ത് ജിന്നുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടായപ്പോ ജിന്നും ശൈത്താനുമായി ബന്ധപ്പെട്ട വിഷയം മുസ്ലിമീങ്ങളെ പഠിപ്പിക്കേണ്ടവണ്ണം ഞങ്ങൾ പഠിപ്പിച്ചു. അതിലെ ഹദീസ് നിഷേധത്തിലേക്ക് പോയ മടവൂരികളെ, ആ സ്വഭാവം സ്വീകരിച്ചവരെ ഞങ്ങൾ തുറന്നു കാട്ടി. പക്ഷേ പേരോടും കൂട്ടരും ഖുറാഫികളും ജിന്നുപയോഗിച്ച് എന്തിനാണെന്നറിയോ? അവരെ തമ്മാടിത്തങ്ങളെ മൂടി വെക്കാനാണ്. പേരോട് മുസ്ലിയാരും അവരുടെ അനുയായികളും ഒരുപാട് സ്ഥലത്ത് ജിന്ന് ഉപയോഗിച്ചു, ഈക്കക്കാരും കുറെ ഉപയോഗിച്ചു. എന്തിനായിരുന്നു? അവരെ തമ്മാടിത്തങ്ങളെ മൂടി വെക്കാൻ. പേരോട് മുസ്ലിയാർ പറയുന്നുണ്ട്, ചെക്കിയാട് ഒരു പെണ്ണുണ്ട്, ആ പെണ്ണിന്റെ അടുത്ത് ഞാൻ ചെല്ലലുണ്ട് എന്നാ അവള് പറയണത്. അതൊന്ന് കേട്ടോളൂ നിങ്ങൾ. നിങ്ങൾക്കറിയില്ലേ ഇവിടെ ചെക്കിയാട് അറിയില്ലേ? ഇസാസിന് ഇല്ലേ ചെക്കിയാട്? പാറക്കടവ് ചെക്കിയാട്
കള്ളത്തരീക്കത്തിൽ പോയി ഒരു പെണ്ണ് ഭർത്താവ്. എന്നിട്ടോ ഞാൻ അവിടെ പോയി പ്രസംഗിച്ചു. എന്താ ആ സ്ത്രീ പറഞ്ഞത്? ആ സ്ത്രീ പറഞ്ഞത്, പേരോട് ഉസ്താദ് ഇടക്കിടക്ക് എന്റെ അടുത്ത് പേരല്ലുണ്ട്. പിന്നെ ആരാ വരുന്നത്? പിന്നെ തൈക്കണ്ടി ഉസ്താദ് വരുന്നത്. അവളെ ഭർത്താവ് പറഞ്ഞത് തന്നെ. അവരെന്നോട് ചോദിച്ചു. ഞാൻ പോയിട്ടില്ല. പിന്നെ ബീവിയായിട്ട് രംഗത്ത് വന്നതാ. പിന്നെ തൈക്കണ്ടി ഉസ്താദും പോയിട്ടില്ല. അതേ സമയത്ത് പോയവർ കാണുന്നു, അവര് വടകരണ്ടൊരു തെരീക്കത്ത്, കള്ളത്തെരീക്കത്തി ഒരു തങ്ങളെ അക്കള്ളത്തെരീക്കത്തി പോയി കുടുങ്ങിയതാ. ഞാൻ അവിടെ പോയി വിശദീകരിച്ചു. സൂറത്തുൽ ജിൻ ഓതിയിട്ട് ജിന്നിന്റെ പ്രശ്നങ്ങൾ മുഴുവനും വിളിച്ച് വിശദീകരിച്ചു ഓതി ഞാൻ പ്രസംഗിച്ചു. ഭാര്യയും ഭർത്താവും വീട്ടിലിരുന്ന് കേട്ടു, പ്രസംഗം കേട്ടു. മുഴുവൻ കേട്ടപ്പോ ഞാൻ പറഞ്ഞു, ജിന്ന് അങ്ങനെയൊക്കെ കളിക്കും. പേരോടിന്റെ കോലത്തിലും വരും, അതുപോലെ തന്നെ ചിലപ്പോ തൈക്കണ്ടി ഉസ്താദിന്റെ കോലത്തിലും വരും. അതിന് ഞാൻ തെളിവുകളും ഉദ്ധരിച്ചു. ഇബ്നു അബ്ബാസിന്റെ കോലത്തിൽ വന്നൊക്കെ തെളിവ് ഉദ്ധരിച്ചു. നേരം വെളുത്തപ്പോ ആ വീട്ടുകാര് പാനൂര് പോയി തങ്ങളിൽ നിന്ന് തൗബ ചെയ്ത് തരീക്കത്ത് ഒഴിവാക്കി എന്നെ ടെലിഫോൺ ചെയ്ത് ചെക്കിയാട് മുണ്ടോളിപ്പള്ളിന്റെ കമ്മിറ്റിക്കാരും അദ്ദേഹവും കുറ്റ്യാടി വന്ന് അദ്ദേഹത്തിന് ശൈഖ് കൊടുത്ത പുസ്തകം എനിക്ക് തന്ന് ഞാൻ ഇനി പരിപാടിക്കില്ല എന്ന് പറഞ്ഞ് കള്ളത്തരീക്കത്ത് രാജിവെച്ച് ഇത് ചെക്കിയാട് നടന്നതാ. അപ്പോ മനുഷ്യരൂപത്തിൽ ജിന്ന് പ്രത്യക്ഷപ്പെടും. കണ്ടോ? ഞാൻ ചോദിക്കട്ടെ, കൊണ്ടോട്ടിയിൽ വന്നിട്ട് നിങ്ങൾ കുറെ ജിന്നിന്റെ കാര്യം പറഞ്ഞിട്ട് മടവൂരികളെ ക്ലിപ്പിട്ടി ഞങ്ങളെ പരിഹസിച്ചല്ലോ. കരിമ്പിലാക്കൽ ലത്തീഫാണ് എനിക്ക് CD കൊടുന്നെന്നൊക്കെ പ്രസംഗിച്ചല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഈ വിഷയത്തിൽ നിങ്ങൾ അഭിപ്രായം എന്താ? ചെക്യാട് വന്നിട്ട് ആ പെണ്ണ് പറഞ്ഞു എന്റെ അടുത്ത് പേരോട് ഇടക്കിടക്ക് വരലുണ്ട്, അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു അത് ഞാനല്ല, എന്റെ കോലത്തിൽ ജിന്ന് പോയതായിരിക്കുമെന്ന് പറഞ്ഞ് ന്യായീകരിച്ചു. എന്നാൽ അപ്പെണ്ണിന്റെ അനുഭവം കൂടി ഇയാൾ തിരുത്തിയിട്ട് അവസാനം ഇയാൾ വരെ CD കിട്ടിയപ്പോഴോ ഇയാൾ അതിനെ എതിർത്തു, കളിയാക്കി, പരിഹസിച്ചു. അപ്പോ ജിന്ന് മനുഷ്യരൂപത്തിൽ പോവൂല എന്നാണ് കൊണ്ടോട്ടിയിൽ വെച്ചോപ്പര് പറഞ്ഞത്. അപ്പൊ പിന്നെ പെണ്ണ് പറഞ്ഞല്ലേ ശരി? അപ്പൊ പോയതാരാ? മനുഷ്യരൂപത്തിൽ പോയത് എന്റെ പോലും രൂപത്തിൽ ജിന്ന് പോയതായിരിക്കും എന്ന് പറഞ്ഞേന് കൊണ്ടോട്ടി വെച്ചോപ്പര് നെസ്സ ചെയ്ത് ദുർബലപ്പെടുത്തി. അപ്പൊ പോയത് പേരോടാണെന്ന് ഉറപ്പായി. അപ്പൊ പെണ്ണിന്റെ അനുഭവം ഇനി തിരുത്താൻ നിൽക്കണ്ട, അത് പെണ്ണ് തിരുത്തിക്കോട്ടെ. ഇത് മാത്രമൊന്നല്ല, ഇനിയുണ്ട്. ഇയാള് സിറാജുൽ ഹുദയില് റാത്തീബ് നടക്കുമ്പോ ഒരു കുട്ടി അങ്ങ് വീണു എന്നാണ്. കുട്ടി വീണപ്പോ പേരോട് അവിടെ എല്ലാം പേരോടുത്ത് കൊണ്ടുവന്ന് കുട്ടി ബോധമൊക്കെ വന്നപ്പോ ചോദിച്ചു, എന്താ? എന്നൊരാള് വന്നിട്ട് ചെല്ലടാ റാത്തീബ് എന്ന് പറഞ്ഞ് ഞാനങ്ങ് വീണു. അപ്പൊ എനിക്ക് ജിന്നുകളിൽ നിന്ന് വിവരം കിട്ടി. ആരിഫായി റാത്തീബിൽ അന്ന് മുസ്ലിമീങ്ങളായ കുറെ ജിന്നുകൾ പങ്കെടുത്തിരുന്നു എന്ന് എനിക്ക് വിവരം കിട്ടി. ആ ജിന്നുകളിൽപ്പെട്ട ഒരാളാണ് ആ റാത്തീബ് എന്റെ കുട്ടിയെ തൊട്ടത് എന്ന് വിവരം കിട്ടി. അങ്ങനെ ഒരു ക്ലിപ്പുണ്ട്. അത് പെട്ടെന്ന് അത് കിട്ടാത്തോട്ടത് വിടരാതിരിക്കാണ്. ചുരുക്കി പറഞ്ഞാല് മുസ്ലിയാക്കന്മാര് ജിന്ന് വിഷയം ഉപയോഗപ്പെടുത്തുന്നത് അവരുടെ തനിനിറം ജനങ്ങളുടെ ഇടയിൽ അറിയാതിരിക്കാൻ വേണ്ടിയാണ്. ഞങ്ങൾ ജിന്ന് വിഷയം പറയുന്നത് ഖുർആന്റെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ നമ്മൾ വിശ്വസിക്കണം, എന്തൊക്കെ നമ്മൾ അംഗീകരിക്കണം, സലഫ് സാലികൾ എന്തൊക്കെയാണ് അംഗീകരിച്ചത് എന്ന് ബോധ്യപ്പെടുത്താനാണ്. തൽക്കാലം അത് മാത്രമേ പറയുന്നുള്ളൂ. വേണ്ടി വന്നാൽ നമുക്ക് ഇൻഷാ അല്ലാഹ് വീണ്ടും പറയാം. ഏതായിരുന്നാലും ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ആദ്യം ഓതി വെച്ച ആയത്ത് നിങ്ങൾ ഓർമ്മയിലുണ്ടാകും. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. അള്ളാഹുവിന്റെ റസൂലിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. നിങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഇമൻ കാന യർജുല്ലാഹ് വൽ യൗമൽ ആഖിർ, അള്ളാഹുവിനെയും പരലോകത്തെയും ആഗ്രഹിക്കുന്നവർക്ക്, വദകറല്ലാഹ കസീറാ, അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുന്നവർക്കും എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ മനസ്സിലാക്കി അത് പിന്തുടരുക, ബിദ്അത്തുകളെ കൈയൊഴിക്കുക. പരലോകമാണ് നമ്മുടെ ലക്ഷ്യമെന്ന കാര്യം മറക്കാതിരിക്കുക. നമുക്ക് അള്ളാഹുവിന്റെ സ്വർഗം ലഭിക്കണമെങ്കിൽ, നരകത്തിൽ നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ, ഖബറിലെ ഭയാനകമായ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ അതിന്റെ സ്രോതസ്സിൽ നിന്ന് നാം ഉൾക്കൊള്ളാൻ ശ്രമിക്കണം. സലഫുകൾ മനസ്സിലാക്കിയതുപോലെ അതിനെ മനസ്സിലാക്കാൻ നാം തയ്യാറാകണമെന്നാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിനെ ശരിക്കും ഉൾക്കൊള്ളുന്ന സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും നമ്മളിൽ സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ റബ്ബ് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على رسولنا المصطفى محمد وعلى آله وصحابته أجمعين. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.